അവഗണിക്കപ്പെടുക എന്നത് വളരെ വേദനാജനകമായൊരു വിഷയമാണ്. കുടുംബജീവിതത്തിൽ, സഹോദരങ്ങളുടെ ഇടയിൽ, കൂട്ടുകാരുടെ ഇടയിൽ, മറ്റുള്ള പ്രിയപ്പെട്ടവരുടെ ഇടയിലൊക്കെ അവഗണിക്കപ്പെടുക വേദന ഉളവാക്കുന്ന കാര്യമാണ്. പഴയ നിയമത്തിൽ ലേയ അവഗണിക്കപ്പെട്ടവളായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായത്തിന്റെ 31 വാക്യം, ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അനിഷ്ട എന്ന് കണ്ടപ്പോൾ ഷി വാസ് ഹേറ്റഡ്, അൺലവ്ഡ്, നോട്ട് ലവ്ഡ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഹേറ്റഡ് എന്ന വാക്കിനാണ് കുറച്ചുകൂടെ ഗൗരവം. അവൾ വെറുക്കപ്പെട്ടവളായി മാറി. അവളെ സ്നേഹിക്കാൻ ആരുമില്ലാതായി. ഭർത്താവിന് പോലും അവളെ സ്നേഹിക്കാൻ കഴിയാത്ത സാഹചര്യമായി. അവളാൽ കഴിയുന്നതൊക്കെ അവൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവഗണനയുടെ തിക്ത അനുഭവങ്ങൾ വല്ലാതെ അവളെ അലട്ടുകാൻ തുടങ്ങി. എന്താ കാരണം? അവളുടെ ഗർഭം അടഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഭർത്താവിന്റെ മുൻപിൽ അവൾ അവഗണന അനുഭവിക്കാൻ തുടങ്ങി. കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുൻപിൽ അവൾ അവഗണനയും തിരസ്കരണങ്ങളും അനുഭവിക്കാൻ തുടങ്ങി. യഹോവ അവളുടെ വേദന കണ്ടപ്പോൾ, യഹോവ അവളുടെ സാഹചര്യം മനസ്സിലാക്കിയപ്പോൾ, ദൈവമായ കർത്താവ്, സർവശക്തനായ ദൈവം അടഞ്ഞിരുന്ന ഗർഭത്തെ തുറക്കുവാനിടയായിത്തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിങ്ങൾ ഏത് മേഖലയിലാണ് തിരസ്കരണം അനുഭവിക്കുന്നത്? നിങ്ങൾ ഏത് മേഖലയിലാണ് അവഗണന അനുഭവിക്കുന്നത്? നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലെന്നുള്ള നിങ്ങളുടെ തോന്നലുകളെ നന്നായി ദൈവം അറിയുന്നുണ്ട്. നിങ്ങളെ മാർവോട് ചേർത്ത് പിടിക്കാൻ, നിങ്ങളുടെ നിന്ദയെ മാറ്റാൻ, നിങ്ങളുടെ അവഗണനയെ മാറ്റാൻ കഴിയുന്ന യേശുവിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യം ഈ തരുണത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ വെറുക്കപ്പെടാനിടയായ കാരണം, അതിൻ്റെ റീസൺ അടഞ്ഞിരുന്ന ഗർഭമായിരുന്നെങ്കിൽ ആ കാരണത്തെ സ്വർഗം പരിഹരിക്കുകയാണ്. നിങ്ങളുടെ വിഷയത്തിൻ്റെ മേലും എന്താണ് നിങ്ങൾ അവഗണന അനുഭവിക്കാനിടയായ കാരണം? നിങ്ങളുടെ കഴിവില്ലായ്മയാണോ? നിങ്ങളുടെ സാമർഥ്യക്കുറവാണോ? നിങ്ങളുടെ വിദ്യാഭ്യാസമാണോ? നിങ്ങളുടെ ഭൗതിക മറ്റു മേഖലകളാണോ? എന്തുമായിക്കൊള്ളട്ടെ, അത് പരിഹരിക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും എന്നുള്ള ഒരു വെളിപ്പാട് ഈ സമയം നിങ്ങൾ പ്രാപിക്കുക. ആർക്കും നിങ്ങളുടെ ഭൗതിക മേഖലയെ പരിഹരിക്കാൻ കഴിയുന്നില്ല. ആർക്കും നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾ മടുത്തു. നിങ്ങൾക്ക് മറ്റൊരു പരിഹാരം കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളുടെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുക. നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ പറയുക, ഇന്ന വിഷയം എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല കർത്താവേ, അവിടുന്ന് ഇത് കൈകാര്യം ചെയ്യണമേ എന്ന് പറയുന്ന സെക്കൻഡിൽ നിങ്ങളുടെ വിഷയത്തെ ദൈവം കൈകാര്യം ചെയ്യാൻ തുടങ്ങും. എവിടെയൊക്കെ നിങ്ങൾ അവഗണിക്കപ്പെട്ടോ, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് അധൈര്യപ്പെട്ടു പോകരുത്. ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യങ്ങൾ താൽക്കാലികമാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ താൽക്കാലികമാണ്. നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ, നിങ്ങളുടെ നിന്ന മാറ്റാൻ, നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. പരിപൂർണമായി വിശ്വസിക്കുക. ഈ ദിവസങ്ങളിൽ തന്നെ
ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെടുന്നത് നിങ്ങൾ കാണും. പരിപൂർണമായി വിശ്വസിക്കുക. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.